Namaskaram Chelsea fans, football fans. Welcome back to Chelsea Karan channel. Now, match review. അതായത് 2023-24 സീസണിലെ ഫൈനൽ മാച്ച് റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. പോച്ചറ്റിനോ വേഴ്സസ് ബോർഡിന്റെ അടി നടക്കുന്നു, ട്രാൻസ്ഫർ ടാർഗറ്റിനെ കുറിച്ച് നടക്കുന്നു. അതിനെ കുറിച്ചൊന്നും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. പിന്നെ മാച്ച് പ്രിവ്യൂ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാച്ച് കാണാൻ വൈകും. അപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫുൾ റീപ്ലൈ വെച്ചിട്ട് കണ്ടു. അപ്പോ കഴിയുന്നത് ഞാൻ ചുരുക്കാൻ ശ്രമിക്കാം. വേറൊന്നുമല്ല, അവസാനത്തെ മാച്ച് റിവ്യൂ ആണ്. കാര്യമായിട്ടൊന്നും ഒരുപാട് പറയാനില്ല, പറയേണ്ടതൊക്കെ തന്നെ ഈ സീസണിൽ പറഞ്ഞു എന്നുള്ളത്. പക്ഷെ എന്നാലും കുറച്ച് പോസിറ്റീവ് നമുക്ക് സംസാരിക്കാനുണ്ട്, കുറച്ച് ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് നമുക്ക് സംസാരിക്കാനുണ്ട്. സോ ഫൈനലി 2-1 6ാം സ്ഥാനം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു. സോ ഐദർ ദി യൂറോപ്പ അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗ് ഏതെങ്കിലും ഒന്ന്. ടോപ്പ് 6 സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള ഒരു ലക്ഷ്യമായിരുന്നു ടോപ്പ് 6. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെയ്തൊരു വീഡിയോ. എക്സ്പെക്ടേഷൻ വാസ് ടോപ്പ് 6 ആൻഡ് പ്രോബബ്ലി എ ഡൊമസ്റ്റിക് ടൈറ്റിൽ. ആ ഡൊമസ്റ്റിക് ടൈറ്റിലിന്റെ വളരെ അടുത്തെത്തി. ബട്ട് ടോപ്പ് 6 സെക്യൂർഡ്, ഹാപ്പി. ഡു പോച്ച് ഡിസേർവ് ആൻ അനദർ സീസൺ? 100% യെസ്. ഈസ് പോച്ച് ദ കോച്ച് എന്ന് പറയുന്നത് നമ്മളെ ടൈറ്റിൽ വിന്നിംഗ് ടീമാക്കി മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു കോച്ചാണോ? ഐ ഡോണ്ട് നോ. അത് പക്ഷെ ഒരു സീസൺ കൂടെ കഴിഞ്ഞിട്ട് അറിയുള്ളൂ. പക്ഷെ പോച്ചും ബോർഡും തമ്മിലുള്ള വിമർശനങ്ങൾ അത് വേറൊരു വീഡിയോയിലേക്ക്. മാച്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സ്റ്റേർലിംഗ് സ്റ്റാർട്ടഡ് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ഡീസന്റ് പെർഫോമൻസ് എന്ന് പറയാം. ബട്ട് ആ കൈസഡോന്റെ ഒരു ഗോള് ഗോളായിരുന്നു എന്റെ പൊന്നളി. അതായത് എനിക്ക് അത് ശരിക്കും പറഞ്ഞ് ക്രെഡിറ്റ് കൊടുക്കേണ്ട ജാക്സൺ ആണ്. ജാക്സൺ വന്നു, ഡൗൺ വന്നിട്ട് ബോൾ കളക്ട് ചെയ്തിട്ട് സ്റ്റേർലിംഗിന് നല്ലൊരു ലേ ഓഫ് കൊടുത്തു. കുറച്ച് വെയിറ്റ് ഓടിപ്പോയി. ഗോൾ കീപ്പറിന് വന്ന് സേവ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഗോൾ കീപ്പർ സേവ് ചെയ്തു. അത് കോണർ ഗാലഹറിന്റെ കാലിലേക്ക് വന്നു. കോണർ ഗാലഹർ ടാക്കിൾ ചെയ്യാൻ നോക്കി. കോണർ ഗാലഹറിനെ നിന്ന് ഗോൾ കീപ്പർ തട്ടിയെടുത്ത് നേരെ കാലിൽ വീണത് കൈസഡോന്റെ നമ്മുടെ ഹാഫ് ലൈന്റെ സൈഡിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ടച്ച് എടുത്തിട്ടൊരു ഷോട്ടിന്റെ പൊന്നളിയാ. ഞാനത് എത്ര തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്നറിയോ? ഹാഫ് ലൈനിൽ നിന്നോട്ടൊരു ഷോട്ട് ഗോൾ. നമ്മുടെ ഹാഫ് ലൈൻ അവരുടെ ഹാഫ് ലൈനിലേക്ക് കുറച്ച് കയറി ആ ടച്ച് എടുത്തപ്പോഴത്തേക്കും ഫാന്റാസ്റ്റിക് ഗോൾ. അത് തന്റെ സീസണിൽ ആദ്യത്തെ ഗോൾ അടിക്കണം, ഇങ്ങനത്തെ ഗോളൊക്കെ അടിക്കണം. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആൾക്കാർ കളിയാക്കണ്ടായിരുന്നു എന്റെ ഒരു പോസ്റ്റർ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈസഡോ 115 million ഡീൽ ഫ്രം ചെൽസി ഇസ് നോട്ട് എ ഗുഡ് ഡീൽ എന്നും പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് എസ്കെ ഇതുപോലെയൊക്കെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളത്. ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഐ എം ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ ഒക്കെ കളഞ്ഞ് ടീമിന്റെ ബെനിഫിറ്റിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫാന്റാസ്റ്റിക് സൈനിങ്. വാട്ട് എ പെർഫോമൻസ് ഫ്രം കൈസഡോ. മാൻ ഓഫ് ദ മാച്ചും കൂടിയായിരുന്നു. മാൻ ഓഫ് ദ മാച്ചോ പ്ലെയർ ഓഫ് ദ മാച്ചോ ഏതൊരു അവാർഡ് കൈസഡോന് കൊടുക്കുകയുണ്ടായിരുന്നു. ബ്രില്യൻ പെർഫോമൻസ്, അടിപൊളി ഒരു ഗോള്. ആൻഡ് ആ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു പ്രൊഫഷണൽ പെർഫോമൻസിൽ തീർത്തു. വീണ്ടും ജാക്സൺ ഒരു ആദ്യ നിമിഷത്തിൽ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒരു നല്ല ലേ ഓഫ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് ചെക്കൻ കൊണ്ടേ മിസ്സാക്കി. പിന്നെ കോണർ ഗാലഹറിന് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് കോണർ ഗാലഹർ 3 പേര് ജാക്സൺ, സ്റ്റേർലിംഗ്, പാൽമർ ഓടുകയുണ്ടായിരുന്നു. ഒരു ത്രൂ ബോൾ കൊടുക്കുന്നതിന് പകരം കോണർ ഗാലഹർ പോയിട്ട് സ്വന്തമായിട്ട് ഷോട്ട് എടുക്കാൻ നോക്കി. ഇതൊക്കെയാണ് കോണർ ഗാലഹറിനെതിരെയുള്ള ഒരു വിമർശനം വരുന്നത്. ഇതേ മിസ്റ്റേക്ക് തന്നെ കോണർ ഗാലഹർ വീണ്ടും ചെയ്തു. അത് സെക്കൻഡ് ഹാഫിൽ അവസാന നിമിഷങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും ഗോൾ കീപ്പർ ഒരു മിസ്റ്റേക്ക് നടത്തി. ജാക്സന് നല്ല ലേ ഓഫ്. ജാക്സൺ അത് ഗാലഗറിന് കൊടുത്തു. ഗാലഗർ ടച്ച് എടുത്തു, ഷോട്ട് എടുക്കാൻ നോക്കി. ഒന്ന് ലേ ഓഫ് കൊടുത്തിരുന്നെങ്കിൽ എൻകുങ്കുവിന് വേണ്ടിയെ. എൻകുങ്കിന് ഇതുപോലെ തന്നെ ഒരു അവസരം ഉണ്ടായിരുന്നു. എൻകുങ്കു ശരിക്കും തന്റെ രണ്ടാം പകുതിയിൽ തന്റെ ഹാഫിൽ നിന്ന് ഒരു അടിപൊളി ഒരു ലോങ് ബോൾ ടു ജാക്സൺ. ജാക്സൺ അത് നല്ലോണം കൺട്രോൾ ചെയ്തു. നല്ല ലേ ഓഫ് ടു എൻകുങ്കു വന്ന് ഷോട്ട് എടുത്തു. എൻകുങ്കു വന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ലേ ഓഫ് ചെയ്തിരുന്നെങ്കിൽ മാലോ ഗുസ്തോ അവിടെ ഫ്രീ ആയിരുന്നു ഷോട്ട് എടുക്കാൻ വേണ്ടിയായിട്ട്. പിന്നെ കോൾ പാൽമർ അവസരം കിട്ടി. സോ കോൾ പാൽമർ ഡിഡ്ന്റ് ഹാവ് എ ഗ്രേറ്റ് ഗെയിം, തോട്ട് ആൻ ആവറേജ് ഗെയിം. അസിസ്റ്റ് സ്റ്റേർലിംഗിന് കിട്ടിയിരുന്നെങ്കിൽ തന്നെയും അത് ശരിക്കും പറഞ്ഞ വർക്ക് റേറ്റ് സ്റ്റേർലിംഗിന്റെ തന്നെയായിരുന്നു. അത് സ്റ്റേർലിംഗ് നേരത്തെ അടിച്ച ഒരു നോട്ടിംഗം ഫോറസ്റ്റ് അല്ല, കഴിഞ്ഞ കളിയിൽ അടിച്ച അതേ ഒരു ഗോളിന്റെ അത് തന്നെ ഒരു മുമ്പ് ഉണ്ടായിരുന്ന അടിച്ച ഗോളിന്റെ ഏകദേശം അതേ എഫക്റ്റിൽ കൂടെ തന്നെയാണ് ഈ ഒരു ഗോൾ വന്നത്. ഗുഡ് ഷോട്ട്. സോ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഗെയിം ആയിരിക്കും 2 ഗോൾ ലീഡ് ചെയ്തു, 1 ഗോൾ നമ്മൾ വഴങ്ങി. നമുക്ക് അറിയാമായിരുന്നു വി വർ ത്രൂ, ഡ്രോ ആയാലും വി വർ സ്റ്റിൽ ത്രൂ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് പ്ലേയേഴ്സിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കളിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊക്കെ കാണാനുണ്ടായത്. പക്ഷെ there are signs of promising. പാൽമർ വാസ് ഓൺ ആൻഡ് ഓഫ് ഡേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ജാക്സൺ സെക്കൻഡ് ഹാഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ വിമർശിച്ചിരുന്ന കാര്യങ്ങളിൽ കുറച്ച് ഞെട്ടിച്ചു. അതായത് ജാക്സൺ പ്രത്യേകിച്ച് എന്താ പറയണേ, പുള്ളിക്കാരൻ 1-2 ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് വൈകിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ 1-2 ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്ന് ചെയ്തു. അതുകൊണ്ട് ഒരു ബിൽഡപ്പ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് സർപ്രൈസ്. കാരണം പൊതുവെ ജാക്സൺ ഒരുപാട് സമയം എടുക്കായിരുന്നു. സെക്കൻഡ് ഹാഫിൽ
കുറച്ച് പ്രോമിസ് ജാക്സൺ ആ ഒരു ഏരിയയിൽ കാണിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഡിസിഷൻ മേക്കിംഗിൽ. പക്ഷെ എക്സിക്യൂഷൻ അഗൈൻ ഹാസ് ബീൻ ആവറേജ് ഓർ പുവർ. ഒരു കോൾ പാൽമറിനെ ലേ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അത് മിസ്സാക്കി. കോൾ പാൽമർ അതുപോലെ തന്നെ ലേ ഓഫ് ചെയ്യാൻ മത്സരം. സോ ഫൈനൽ തേർഡിൽ നമ്മളൊരു മിക്സ്ഡ് ബാഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്ലിനിക്കൽ എക്സിക്യൂഷൻ ഉണ്ടായിരുന്നില്ല. ചില ഡിസിഷൻസ് നല്ലതായിരുന്നു, പക്ഷെ എക്സിക്യൂഷൻ അത്രത്തോളം കാണാനുണ്ടായിരുന്നില്ല. അഗൈൻ അവസാന മത്സരമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ബട്ട് ദിസ് ലുക്സ് പ്രോമിസിങ്. അടുത്ത സീസണിലേക്ക് പോകുമ്പോഴത്തേക്കും ഐ തിങ്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഇൻ ദിസ് ടീം ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. നോണി മാഡോക്കെ അതുപോലെ തന്നെ വാസ് ഓൺ ആൻഡ് ഓഫ്. പിന്നെ കഴിഞ്ഞ 2 മാച്ച് റിവ്യൂസിലും പറയാത്ത 2 പ്ലേയേഴ്സ് ആയിരുന്നു കൈസഡോ ആൻഡ് ഗാലഗർ. പക്ഷെ കൈസഡോ ദിസ് ഗെയിം വാസ് ഫാന്റാസ്റ്റിക്. വാട്ട് എ ഗോൾ. ആൻഡ് ഗാലഗർ അഗൈൻ ഒരു വർക്ക് ഹോഴ്സ് ആണ്. ഗാലഗറിന് ഇംപ്രൂവ് ചെയ്യാനുള്ളത് ആ ക്രിയേറ്റീവ് ഔട്ട്പുട്ട് ആണ്. അല്ലെങ്കിൽ കിട്ടുന്ന ചാൻസ് ഒരു ലേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഗാലഗർ ഇംപ്രൂവ് ചെയ്യേണ്ടത്. അഗൈൻ നെക്സ്റ്റ് സീസൺ ഗാലഗർ ഉണ്ടാവാണ്ടിരിക്കുകയും നമുക്കറിയില്ല. അനദർ പ്ലെയർ ടോട്ടലി സർപ്രൈസ് മീ വാസ് ലെസ്ലി ഒഗോചുക്കു. ലെസ്ലി ഒഗോചുക്കുവിന്റെ കളി കുറച്ചൊക്കെ നമ്മൾ ഈ സീസണിൽ കണ്ടെങ്കിലും ഈ ഒരു കൈസഡോനെ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ഒരു 20-25 മിനിറ്റ് പെർഫോമൻസ് വാസ് ടോപ്പ് ലെവൽ പെർഫോമൻസ്. പുള്ളിക്കാരന്റെ ഡിസിഷൻ മേക്കിംഗ്, പുള്ളിക്കാരന്റെ പെട്ടെന്ന് ലേ ഓഫ്, ഒരു പേടിയും ഇല്ലാണ്ട് പെനൽറ്റി ബോക്സിലേക്കുള്ള റൺ, ത്രൂ ബോൾ അറ്റംപ്റ്റ് വാസ് റിയലി ഗുഡ്. ഇതൊരു പക്ഷേ ബോൺമത്ത് കുറച്ച് തണുത്തായിട്ട് കളിച്ചിട്ടാണോ അതോ ലെസ്ലി ഒഗോചുക്കു പെട്ടെന്ന് ഒരു അടിപൊളി ഒരു സിറ്റുവേഷനിൽ വന്നാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇറ്റ് ലുക്ക്, സത്യം പറഞ്ഞാൽ ലെസ്ലി ഒഗോചുക്കുവിന്റെ പെർഫോമൻസ് ലുക്ക് റിയലി പ്രോമിസിങ്. ഒരു ശരിക്കും പറഞ്ഞ ഒരു നമ്പർ 6നെ നമ്മൾ മിസ് ചെയ്തത് ആ ഒരു റോളിലായിരിക്കും. ഒരു റോമിയോ ലാവിയോന്റെ ടൈപ്പ് ഓഫ് പ്രൊഫൈൽ. സോ ലെസ്ലി ഒഗോചുക്കു, റോമിയോ ലാവിയ, കൈസഡോ, കോണർ ഗാലഹർ, എൻസോ ഫെർണാണ്ടസ്. നമ്മുടെ മിഡ്ഫീൽഡ് ഏരിയ ഇസ് കംപ്ലീറ്റ്ലി സോർട്ടഡ്. അത് വേറൊരു തലവേനയല്ല. പിന്നെ ലോൺ കീപ് സെല്ലിനെ കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. സോ ലെസ്ലി ഒഗോചുക്കു വാസ് എ സർപ്രൈസ്. കുക്കുറയ, ബാദിയഷേൽ, തിയാഗോ സിൽവയുടെ അവസാനത്തെ മത്സരം, ഹി ഗോട്ട് എ സ്റ്റാൻഡിംഗ് ഒവേഷൻ. ആ ഫെയർവെൽ സ്പീച്ച് അടിപൊളിയായിരുന്നു. എല്ലാവരും തിയാഗോ സിൽവനെ വളരെ വളരെ സപ്പോർട്ട് ചെയ്ത് അടിപൊളി തന്നെയായിരുന്നു. തിയാഗോ സിൽവ ഹാഡ് എ ഡോമിനന്റ് പെർഫോമൻസ്. കുക്കുറയ വാസ് ഗുഡ്. ബാദിയഷേൽ, ചാലബ, ഗുസ്തോ വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കുറച്ചു നേരത്തേക്ക്. എൻകുങ്കു, ജാക്സൺ. സോ ഓവറോൾ ഐ വുഡ് സേ പ്രൊഫഷണൽ ക്ലീൻ പെർഫോമൻസ്. 2-1 നമ്മൾ ആ ടോപ്പ് 6 സ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് ഓൺ ടൈം ഫ്രം പോച്ചറ്റിനോ. അവിടെ എവിടെയും കുറച്ച് ഉഴപ്പ് ചാൻസ് ഉണ്ടായിരുന്നു. 2 പെനൽറ്റി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരെണ്ണം സ്റ്റേർലിംഗ് ക്ലിയർ ആയിട്ട് അത് ഫൗൾഡ് ആയിരുന്നു. അത് എന്തുകൊണ്ട് പെനൽറ്റി കൊടുത്തില്ല എന്ന് വാർണോട് തന്നെ ചോദിക്കേണ്ടി വരും. പിന്നെ കോണർ ഗാലഹറിന്റെ പെനൽറ്റി ബോക്സിൽ ഒരു ചവിട്ട് കൊടുത്തു, കാലിലേക്ക് വളരെ ക്ലീൻ ആയിട്ട് ഒരു ചവിട്ട്. ദാറ്റ് വാസ് എ ക്ലിയർ ഫൗൾ. അതും എന്തുകൊണ്ട് പെനൽറ്റി കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I have no idea. Again, I think it's pretty blatant errors. But and രസം എന്ന് വെച്ചാൽ കുക്കുറേനെ മറ്റേ പ്ലെയർ മറ്റേ വലിച്ചെടുത്തിട്ട് കുക്കുറയ്ക്ക് യെല്ലോ കാർഡ്. എങ്ങനെയുണ്ട്? കുക്കുറയ്ക്ക് യെല്ലോ കാർഡ്, അവനെയാണ് പിടിച്ച് വലിച്ചിട്ടത്. ആന്റണി ടേലർ ആണ് റെഫറി. നമ്മൾ സർപ്രൈസ് ഒന്നും ആവേണ്ട കേസൊന്നുമല്ല. ഇങ്ങനെ എത്രത്തോളം പോടെ റെഫറി തരം ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ഗുഡ് വേ ടു എൻഡ് ദ ഗെയിം. ടോപ്പ് 6. താങ്ക് യു തിയാഗോ സിൽവ. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തിയാഗോ സിൽവനെ കുറിച്ച് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു പക്ഷേ യു ആർ ലീവിംഗ് ആസ് എ ലെജൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓവറോൾ ഫാന്റാസ്റ്റിക് റിസൾട്ട്. ഹാപ്പി ടോപ്പ് 6 എത്തിയത്. ഒരു സീസൺ കൺക്ലൂഷൻ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. പോച്ചറ്റിനോന്റെ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പ്ലെയേഴ്സ് ലോൺ കീപ്പ് ഓഫ് സെൽ വേറെ ചെയ്യുന്നുണ്ട്. പല വീഡിയോസുകൾ ഇനിയും വരാനുണ്ട്. ബട്ട് ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഓൺ ദ മാച്ച്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ഷാസിക്കാരൻ.